റോജിയം ജോൺ, ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് അധികം ആയുസില്ല. നാളെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും ഏതാണ്ട് ട്രെൻഡ് വ്യക്തമാകും. ഒരു 12 മണിയാകുമ്പോഴേക്കും ഏതാണ്ട് പൂർണ്ണമാവുകയും ചെയ്യും. റോജിയം ജോൺ, അവസാന രാത്രി എന്ന് പറഞ്ഞാൽ ജനവിധിയുടെ അവസാന രാത്രി BJP ക്യാമ്പിൻ്റെ പ്രതീക്ഷ സരിൻ 46,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സരിൻ 44,000-ന് മുകളിൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ ഉറപ്പായും പാലക്കാട് സി കൃഷ്ണകുമാർ എന്നുള്ളതാണ്. ഇനി LDF ക്യാമ്പിലേക്ക് വന്നാൽ സരിൻ 44,000 വോട്ട് പിടിക്കുമെന്ന് LDF ക്യാമ്പ് വിലയിരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവാൻ ഇടയുണ്ടോ റോജി? ഹാഷ്മി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടുകളെല്ലാം പെട്ടിയിലായി. നമ്മളിനി എല്ലാവർക്കും എത്ര കണക്കുകൾ കൂട്ടിയാലും കുറച്ചാലും ഒക്കെ അതിനകത്തുള്ള വോട്ടൊന്നും കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. മാത്രവുമല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും നാളെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതുവരെ എല്ലാ ശുഭപ്രതീക്ഷയും വയ്ക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആധികാരികമായിട്ടുള്ള വിജയം പാലക്കാട് ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. ചേലക്കരയിൽ ഞങ്ങൾ 4 അക്കത്തിലും, അതുപോലെ തന്നെ പാലക്കാട് ഞങ്ങൾ 5 അക്കത്തിലും, വയനാട്ടിൽ ഞങ്ങൾ 6 അക്കത്തിലും വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ. അത്തരത്തിലൊരു റിസൾട്ടായിരിക്കും നാളെ ഉണ്ടാവുക. ഞങ്ങൾ പല ഫാക്ടേഴ്സും ഞങ്ങൾ ഇതിനകത്ത് പരിശോധിച്ചിട്ടുണ്ട്. CPM ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടറായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കാരണം അവരോട് വിജയ പ്രതീക്ഷയുള്ള ഒരു മുന്നണിയേ അല്ല. അവിടെ മത്സരം എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. ആ മത്സരത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് 2021 നമ്മളെല്ലാവരും ആദരിക്കുന്ന മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ അതിജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും E ശ്രീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയാണ് BJPയുടെ നിലവിലെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എന്ന വിലയിരുത്തലൊന്നും ഞങ്ങൾക്കുമില്ല, BJPക്കാർക്കും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹം മത്സരിച്ചിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ നമുക്കറിയാം, അന്ന് ഇവർ BJP ഏറ്റവും കൂടുതൽ കണക്ക് കൂട്ടുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും മെട്രോമാന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെങ്ങുമെത്താൻ ഈ കൃഷ്ണകുമാറിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അത് മുനിസിപ്പാലിറ്റിയിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിലായാലും പഞ്ചായത്തുകളെ കണക്കുകളുടെ അടിസ്ഥാനത്തിലായാലും ഞങ്ങൾക്ക് വിജയിക്കുമെന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. റോജി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് റോജി കമ്പയർ ചെയ്യുകയാണെങ്കിൽ LDF ഇക്കുറി മത്സരിച്ചത് ഈ ശ്രീധരൻ എന്താണ് ജയിക്കില്ല എന്ന് ഉറപ്പുവരുത്താനല്ല. LDF വളരെ വ്യക്തമായി അറിയാം, ഫീൽഡിൽ പോയ നമുക്ക് അടക്കം അറിയാം. LDF ഇക്കുറി മത്സരിച്ചത് അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു. അതിൻ്റെ സംഘടനാ സംവിധാനം അവിടെ ആഞ്ഞു പ്രവർത്തിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് കണ്ണാടിയിൽ CPM വോട്ട് കിട്ടിയില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ഈ പറഞ്ഞ വിശാല ഇടതുപക്ഷ മതേതര വോട്ടുകൾ ഷാഫി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റോജി, ഇക്കുറി സരിൻ CPMൻ്റെ ഓൺ വോട്ടുകൾ, ഇടതുപക്ഷാനുകൂലി വോട്ടുകൾ, ഇടതുപക്ഷ മതേതര വോട്ടുകളൊക്കെ സ്വന്തമാക്കാൻ സരിന് കഴിഞ്ഞാൽ, ഈ പറയുന്ന പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരും സരിന് അതിന് ഇപ്പോൾ സരിൻ്റെ കണക്ക് കൂട്ടൽ 60,000 ആണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ 44 മുതൽ 46 വരെ എന്ന LDFൻ്റെ കണക്കിന് തീരെ അടിസ്ഥാനമില്ലെന്ന് പറയാൻ പറ്റുമോ റോജി? ഹാഷ്മി, ഇവിടെ 2011 മുതലുള്ള കണക്കുകൾ എൻ്റെ കൈവശമുണ്ട്. അതായത് ഷാഫി പറമ്പിൽ ആദ്യം മത്സരിച്ച സമയത്തുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ 2011 CPM അവിടെ 2ാം സ്ഥാനത്തായിരുന്നു. അതിനുശേഷം 2016 2021 CPM അവിടെ 3ാം സ്ഥാനത്താണ്. 2016 അവിടെ NN കൃഷ്ണദാസിനെ പോലുള്ള വളരെ തലമുതിർന്ന ഒരു നേതാവാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം മത്സരിച്ച ഘട്ടത്തിലും അവിടെ CPM 3ാം സ്ഥാനത്ത് പോവുകയും CPMൻ്റെ വോട്ട് താഴേക്ക് വരികയുമാണ് ഉണ്ടായത് 2011 അപേക്ഷിച്ച്. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിൽ NN കൃഷ്ണദാസിന് കിട്ടിയ വോട്ടിനേക്കാൾ വീണ്ടും കുറവ്, അത് താഴോട്ട് പോരുകയാണ് CPMനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായിട്ട് CPMന് അവിടെ അത്ര വലിയ ഒരു ശേഷിയുണ്ടെന്നോ അല്ലെങ്കിൽ കരുത്തുണ്ടെന്നോ അവിടെ അത് വോട്ടായി മാറുമെന്നോ ഞങ്ങൾ കണക്ക് കൂട്ടുന്നില്ല. മാത്രവുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഞാൻ നേരത്തെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. മുനിസിപ്പാലിറ്റി എടുത്താലും പഞ്ചായത്തുകൾ എടുത്താലും അവിടെ എല്ലാമുള്ള കോമൺ ഫാക്ടർ കോൺഗ്രസ് UDF തന്നെയാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ എടുത്താൽ അവിടെ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്.
പഞ്ചായത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മത്സരം വരുന്നത് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം CPM-ഉം കോൺഗ്രസും തമ്മിലാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ഉള്ള കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 4 സ്ഥലത്തും മത്സരത്തിലുള്ളത് കോൺഗ്രസ് മാത്രമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ മുനിസിപ്പാലിറ്റിയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ 1-2 പഞ്ചായത്തുകളെ മാത്രം കണക്കാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മുഴുവൻ പാലക്കാട് മണ്ഡലത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലുമുള്ള കോമൺ ഫാക്ടർ അത് കോൺഗ്രസ് UDF മാത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ടല്ലോ. നിലവിൽ ഇപ്പം ഞങ്ങൾ മെട്രോമാൻ മത്സരിച്ച 2021 നിന്നും 2024 എത്തിയപ്പോൾ ഞങ്ങൾ 9000-ൽ പരം വോട്ട് ബഹുമാനായ ശ്രീകണ്ഠന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവിടെ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം പ്രത്യേകിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലാണ്, അതായത് സെക്കൻഡ് ഫേസിലാണ് കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് കേരളത്തിൽ നല്ല രാജ്യത്താകമാനം കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഒന്നും ചിത്രത്തിൽ പോലുമില്ല. മാധ്യമങ്ങളെല്ലാം എഴുതി തള്ളിയ, അല്ലെങ്കിൽ 400 സീറ്റിലധികം BJP നേടാൻ പോകുന്നു, 400 പാർ എന്നുള്ള ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നു. എല്ലാ മാധ്യമങ്ങളും അവരുടെ പക്ഷം. ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒന്നും ആരും കണക്കിൽ പോലും കൂട്ടാത്തിരുന്ന ഒരു സമയത്താണ് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ അന്ന് ഇലക്ഷൻ ഒരുപക്ഷെ 4ാമത്തെ ഫേസിലോ 5ാമത്തെ ഫേസിലോ ഒക്കെ ആയിരുന്നു നടന്നിരുന്നത് എങ്കിൽ ഇവിടെ ഉണ്ടായ ഈ റിസൾട്ടിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ടിലേക്ക് ഇന്ത്യ മുന്നണി അല്ല കോൺഗ്രസ് UDF വരുമായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. അവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാക്ടർ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ വേണമെങ്കിൽ നമുക്ക് വാദിക്കാമല്ലോ, അവർ BJP-ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ട ആളുകൾ, നരേന്ദ്രമോദി ഫാക്ടർ, അദ്ദേഹം നേരിട്ട് അവിടെ പ്രചരണത്തിന് വരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അത്രയും ഒരു അഡ്വേഴ്സ് സിനാരിയോയിൽ, ഏറ്റവും വേഴ്സ്റ്റ് സിനാരിയോയിൽ നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും ഞങ്ങൾ 9000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇതേ സ്ഥാനാർത്ഥിയുടെ മേൽ VK ശ്രീകണ്ഠന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിശ്ചയമായിട്ടും ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ആധികാരികമായിട്ടുള്ള വിജയം അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും നമുക്ക് ഈ വോട്ടുകൾ സരിന് ലഭിക്കും എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരു പാർട്ടി ചിഹ്നത്തിൽ പോലുമല്ല മത്സരിക്കുന്നത്. മാധ്യമങ്ങൾ വഴി അദ്ദേഹം ഒരു മറുകണ്ഠം ചാടി വന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറേ ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തും. അത് താഴെത്തട്ടിലുള്ള വർക്കുകൾ ഉണ്ടാവും. അത് 3 മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ആരും മുന്നിലാണ് ആരും പുറകിലാണെന്നൊന്നും നമ്മളാരും അതിനകത്ത് അവകാശപ്പെടുന്നില്ല. ഞങ്ങൾ നടത്തിയ വർക്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് ആധികാരികമായിട്ടുള്ള വിജയം അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇത് ഏറ്റവും നാളത്തെ ഉച്ചവരെ, നാളെ ഒരു 10 മണി 11 മണി വരെ ആളുകളെല്ലാം TVയുടെ മുമ്പിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഇത് മറ്റേ നെയിൽ ബിറ്റിംഗ് ഫിനിഷാണ്, അല്ലെങ്കിൽ ഫോട്ടോ ഫിനിഷാണ്, നെഞ്ചിടിപ്പുണ്ടെന്നൊക്കെ പറയാം. ഞങ്ങൾക്ക് ഒരു നെഞ്ചിടിപ്പും ഇല്ല. ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ റോജി, ഞാൻ അങ്ങനെയൊക്കെ എത്താം.